ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് കാർഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് 2026 അലൈൻഡ് ആകുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ 2026 ഈ വർഷം 2025 നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല, എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടില്ല എന്നുള്ളവർക്കാണ് ഈ റീഡിംഗ്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം 2026 ഈ പറയുന്ന ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ടുള്ള ആ ഒരു എനർജറ്റിക്കൽ അലൈൻമെൻറ്റ് ഉണ്ടാകുന്നതിനും ആദ്യ കൂടിക്കാഴ്ച സംഭവിക്കുന്നതിനും ഒക്കെ വളരെയേറെ ഫേവറബിൾ ആയിട്ട് മാറും. സാധ്യതകൾ ഒരുപാട് കൂടും. ഓക്കെ, അത് നടക്കാനുള്ള സാധ്യത വളരെയേറെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റീഡിങ്. അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1-നുള്ള കാർഡ്, ഇത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് ആണെന്നെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഈ കാർഡ്, ഇതിലെ മെസ്സേജ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 മെസ്സേജസും ഈ ഒരു സിറ്റുവേഷൻ, ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഏറ്റവും അവസാനമാണ് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം നോക്കാം. 2026 ഗ്രൂപ്പ് 1-ലെ കളക്റ്റീവ് അവരുടെ ഭാവി ജീവിത പങ്കാളിയുമായി എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിനും ആദ്യ കൂടിക്കാഴ്ച സംഭവിക്കുന്നതിനും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളോട് ഫസ്റ്റിലേ പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായ ഒരു ആത്മവിശ്വാസത്തോടെ മാനിഫെസ്റ്റ് ചെയ്യണം. ആ ഒരു കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്കുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പോൾ അതായത് ഇവിടെ നമുക്ക് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ കണ്ടെത്തുക, അവരുമായിട്ടുള്ളൊരു യൂണിയനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം, നിങ്ങളിലേക്കാണ് അത് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ വേറെ നിങ്ങൾ ചേസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നു മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറയുന്നു. ആ ഒരു ഡിവൈൻ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിനായിട്ട് സെൽഫ് ലവ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റിസോഴ്സ്, നിങ്ങൾക്കുള്ള ഏറ്റവും പവർഫുൾ ടൂൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ അട്രാക്ട് ചെയ്യാനും അവരുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആകാനും ആ ഡിവൈൻ യൂണിയൻ സംഭവിക്കുന്നതിനും എന്താണ്? സെൽഫ് ലവ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യുന്നത്. എത്ര സിമ്പിളായിട്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ, ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. സെൽഫ് കെയർ, സെൽഫ് ലവ്, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കായി സമയം കണ്ടെത്തുക, നിങ്ങളുടെ ലൈഫ് കൂടുതൽ ആസ്വാദ്യകരമാക്കുക. ഓക്കെ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. സന്തോഷമൊക്കെ വേറൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾ തന്നെ എപ്പോഴുള്ള നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫ് എവിടെയാണോ അതിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റണം. ഓക്കെ, മുന്നോട്ട് പോകണം, ഇതിൽ സക്സസ്ഫുൾ ആകണം എന്ന ഒരു തീരുമാനത്തോടെ നിങ്ങൾ എപ്പോഴാണോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത്, അതായത് ഈ ഒരു കാര്യം നടക്കണം, ഈ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിക്കണം, ഈ ഒരു വ്യക്തി, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി, അതായത് നിങ്ങൾ ഈ ജന്മം വിവാഹം കഴിക്കാനിരിക്കുന്ന ആൾ, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം, അവരുമായിട്ട് ഒരു ഹെൽത്തി ഹാപ്പി കണക്ഷൻ ഉണ്ടാകണം, അവരെ തിരിച്ചറിയാൻ സാധിക്കണം. ഇത് എപ്പോഴാണ് നിങ്ങൾ ദൃഢമായി നിശ്ചയിച്ചിട്ട് നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻസ് എടുത്തു തുടങ്ങുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, യെസ്, ആ ഡിവൈൻ ലവ് യൂണിയൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് അലൈൻഡ് ആകാനും ആ ഒരു വ്യക്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് വളരെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഓക്കെ,
അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആകണം, നിങ്ങൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നീങ്ങണം, സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യണം എന്ന് നിങ്ങളോട് പറയുന്നു. കാരണം നിങ്ങൾ എത്രത്തോളം സ്പിരിച്വൽ ആകുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് തിരിച്ചറിയാനും അതനുസരിച്ച് ആക്ഷൻസ് എടുക്കാനും സാധിക്കുള്ളൂ. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് ഈ പറയുന്ന ഈ 2 ഓഫ് വീൽസ് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് എനർജിയിൽ ഇരിക്കുമ്പോഴാണോ, എന്തിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണോ ലൈഫിൽ മുന്നോട്ട് പോകുന്നത്, ഈ ഒരു വിഷയത്തിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നത്, ഓക്കെ, അതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ആ പാസ്റ്റിലൊന്നും നിന്ന് പോവുകയുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഒരു തരത്തിലുള്ള പ്രോഗ്രസ്സോ കാര്യങ്ങളോ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു എന്താ പറയേണ്ടത്, നിങ്ങളൊരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഹെൽത്തി ഹാപ്പി കണക്ഷനിലേക്ക് അതിന് ഇമാജിൻ ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും അതിലായിരിക്കാൻ, ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നതിന് നിങ്ങൾക്ക് അത്ര തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ അതിലാണ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഓരോ ഡിസിഷൻസ് എടുക്കേണ്ടത്. ഓരോ കാര്യം അതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളിലും മാറ്റങ്ങൾ വരും. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിലും മാറ്റം വരും. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെൻസ്ഡ് ആവാതിരിക്കുക. ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ആക്ഷൻസ് എടുക്കുമ്പോൾ ഉടനടി നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും നിങ്ങൾ റിയാലിറ്റിയിൽ മാറ്റമൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഇങ്ങനെ എല്ലായിരിക്കും ആക്ഷൻ എടുക്കേണ്ടത്, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, അങ്ങനെ ഈ ഓവർ തിങ്ക് ചെയ്യാനൊരു ടെൻഡൻസി ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കാണുന്നുണ്ട്. അത് വേണ്ട. നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിരിക്കുക. എത്രത്തോളം നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും ഈ ഒരു വിഷയത്തിൽ. നിങ്ങൾ ഓരോ സ്റ്റെപ്പും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത്, ഓരോ പോയിന്റിൽ നിൽക്കുമ്പോഴും അടുത്ത സ്റ്റെപ്പാണ് എന്താണ് എടുക്കേണ്ടത്, അടുത്ത ഡിസിഷൻ എന്താണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതാണ്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു പാർട്ട്ണറിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അവരെങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം, അവരെങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം വ്യക്തത നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുമോ അത്രത്തോളം ഈ ഒരു ജേർണി, ഈ ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ, ഈ റിച്വൽ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്തത് എന്നതിനെ കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ പല പാസ്റ്റ് എനർജീസിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പം വിട്ടുപോരാനായിട്ട് സാധിക്കും. യെസ്, നിങ്ങളിൽ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് സിറ്റുവേഷൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആണ് കൂടുതലായിട്ടും. ഞാൻ തെറ്റായ തീരുമാനം എടുത്തു, ആക്ച്വലി ഞാൻ ഒരു ചാൻസും കൂടെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് എന്താ പറയുക ചിന്തകൾ ആ ഒരു പാസ്റ്റിനെ കുറിച്ച് ഞാൻ കാണുന്നുണ്ട്. അത് വേണ്ട എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ്. നിങ്ങളോട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ഇമോഷനെയാണ് ആ ഒരു കപ്പ് ഇവിടെ കാണിക്കുന്നത്, മനസ്സിലായോ? ആ കപ്പ് നിറയ്ക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അതായത് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടി മറ്റൊരാളെ ആയിട്ട് കാത്തിരിക്കരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി അവർ വരുമ്പോൾ എൻ്റെ ലൈഫ് ഹാപ്പിയാവും, ഇമോഷണലി ഫുൾഫിൽഡ് ആയിരിക്കും, അതല്ല ഇത് ശരിയായ രീതി. ഓക്കെ, നിങ്ങൾക്കൊരു ഹെൽത്തി ഹാപ്പി കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ നെഗറ്റീവ് തോട്ട്സിലും നിങ്ങളുടെ എന്താ പറയണ്ടേ ഈ ഒരു കാര്യത്തിൽ നിന്ന്, ഈ ഒരു ജേർണിയിൽ നിന്ന്, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ജേർണിയിൽ നിന്ന് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാത്തരം ചിന്തകളെ നിരുത്സാഹപ്പെടുത്തുക, അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. അതോടൊപ്പം നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് കൊണ്ടുവരേണ്ടത്. അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ആ ഒരു എന്താ പറയുക ഹാപ്പിനെസ്, ആ ഒരു ഫുൾഫിൽമെന്റ് അത് നിങ്ങൾ സ്വയം തന്നെ കണ്ടെത്തണം. അതിനുവേണ്ടി ഒരു പാസ്റ്റ് എനർജീസിന്റെ അടുത്തേക്കും പോകാതിരിക്കുക. നിങ്ങൾക്ക് പ്രത്യേകമുള്ള സന്ദേശമാണത്. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പാസ്റ്റ് എനർജി ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഈ വരുന്നത് പുതിയൊരു വ്യക്തിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും. വളരെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നു, ഒരു ഹീൽഡ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് വളരെ പ്രതീക്ഷയോടെ ഇരിക്കുക, വിശ്വാസത്തോടെ, വെറുതെ പ്രതീക്ഷ മാത്രം, വിശ്വാസത്തോടെ ഇരിക്കുക. അതായത് നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഡെസ്റ്റിനി പാർട്ട്ണറുമായിട്ടാണ്, ഒരു ഹെൽത്തി ഹാപ്പി കണക്ഷൻ ആണ്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള എനർജീസ്, അൺവാണ്ടഡ് എനർജീസ്, പാസ്റ്റ് എനർജീസ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യുക, അതുപോലെ തന്നെ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുക യൂണിവേഴ്സിൻ്റെ അടുത്ത്. നിങ്ങൾ എത്രത്തോളം യൂണിവേഴ്സിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ട് പ്രസന്റ് മൊമെന്റിലായിരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട്, അതായത് നിങ്ങൾക്ക് ഹീലിംഗ് വളരെ എളുപ്പത്തിൽ നടക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് എനർജീസ് നിങ്ങൾക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കും.
കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത കിട്ടും. അത് കൂടുതൽ ക്ലിയർ ആയിരിക്കും ഈ ഒരു ജേർണി. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടായിരിക്കും. ഓക്കെ, ഒബ്സെഷൻ പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒബ്സസീവായിട്ട് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള, വിഷമം ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരാളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ ലൈഫിൽ. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഫാമിലി റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനത്തെ ഉള്ള ആരെയും നിങ്ങൾ അവരുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കണക്ഷൻസും നിങ്ങൾ കട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നിങ്ങളുടെ ജേർണിയിൽ, നിങ്ങളുടെ നല്ല സമയത്ത്, നിങ്ങൾക്ക് സങ്കടമുള്ള സമയത്ത് നിങ്ങളുടെ കൂടെ നിന്ന ആളുകളുണ്ട് ഇല്ലേ, അവരെ ചേർത്ത് നിർത്താനും കൂടെ യൂണിവേഴ്സ് പറയുന്നു. അവരുടെ സപ്പോർട്ട്, അവരുടെ ആ ഒരു അവർ നൽകുന്ന സപ്പോർട്ട്, അവർ നൽകുന്ന ഹെൽപ്പ്, ഗൈഡൻസ്, അതൊക്കെ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്നും കൂടെ പറയുന്നുണ്ട്. അണ്ടർലൈങ് എനർജി 6 of Wands ആണ്. ഡെഫിനറ്റ്ലി സക്സസ് എനർജിയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഗൈഡൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വ്യക്തിനെ, അതായത് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആകാനും ആ ആദ്യ കൂടിക്കാഴ്ച സംഭവിക്കുന്നതിനും ഒക്കെ സാധ്യതകൾ ഏറെയാണ്. ഇനി നമുക്ക് ഈ രണ്ട് കാർഡുകളുടെയും മെസ്സേജസ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം കിട്ടിയിട്ടുള്ളത് 24ാമത്തെ കാർഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. ഡിസ്ക്രിമിനേഷൻ മെസ്സേജ് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈലൈറ്റിംഗ് ഡിസ്റ്റിങ്ഷൻസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കമ്പയറിംഗ്. True discrimination is quite different to mere comparison. To discriminate means to prefer good to evil, right to wrong, and the spiritual path to a mentoring one leading astray. This requires quite deliberation, kindness of heart, and yet also a mental effort. To compare means labeling one thing as better than the other, evaluating and separating. The infinitely loving nature of the angels does not judge. Yet there might be one wish or another not being fulfilled because there is more selfish than selfless thought behind it. You might like to ponder what constitutes evaluation and what constitutes true discrimination. അപ്പോൾ ഇവിടെ നിങ്ങളോട് പ്രധാനമായിട്ട് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ എന്താണ്, കമ്പാരിസൺ എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നല്ലത് ചീത്ത ഏത് തിരിച്ചറിയുന്നു, ശരിയായത് എന്താണ് തെറ്റായത് എന്താണെന്ന് തിരിച്ചറിയുന്നു. ഇതാണ് എന്താ പറയുക, നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ. കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാളും ബെറ്റർ ആണ് എന്നുള്ളൊരു തോട്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, അത് ലേബൽ ചെയ്യാൻ, ഒന്ന് മറ്റൊന്നിനേക്കാളും നല്ലതാണ്, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല എന്ന് പറയണം. നിങ്ങൾ എന്തൊരു ഡിസയർ യൂണിവേഴ്സിനോട് അറിയിക്കുമ്പോൾ അവിടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ അതേസമയം നിങ്ങളുടെ പ്രത്യേകിച്ച് ഈ ഒരു വിഷ് ഇവിടെ, ഓക്കെ, അത് ഫുൾഫിൽ ആയിട്ടില്ലെങ്കിൽ, ഇതുവരെ ഫുൾഫിൽ ആയിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നിൽ സെൽഫ്ലെസ് തോട്ടിനേക്കാളും സെൽഫിഷ് തോട്ടാണ് ഉള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ്. ഓക്കെ, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ ഇവിടെ ഒരു സെൽഫിഷ് എനർജി ഇൻ ദ സെൻസ്, നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ പറയുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം, നിങ്ങളുടെ ലൈഫ് നന്നായിട്ടിരിക്കണം. അതായത് നിങ്ങൾ അതിന് വേണ്ടി വേറെ എഫേർട്ട് ഒന്നും എടുക്കില്ല. ഈ വരുന്ന ആളെല്ലാം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഈ വരുന്ന ആളാണ് എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരേണ്ടത്, ഹീലിംഗ് കൊണ്ടുവരേണ്ടത്. നിങ്ങളായിട്ട് അതിനൊരു എഫേർട്ട് എടുക്കില്ല. അപ്പം എല്ലാം നിങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ചിന്തയാണ്. അത് മാറണം. ഓക്കെ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, അതായത് വരുന്ന ആൾക്ക് അവരാഗ്രഹിക്കുന്ന ആ ഒരു ലവ്, കെയർ കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിട്ടുണ്ടോ, നിങ്ങൾ അതിന് തയ്യാറാണോ, നിങ്ങൾ ഹീൽഡ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്യൂച്ചർ സ്പൗസിനെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. അതാണ് നിങ്ങളോട് ഈ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാനും സെൽഫ് ലവ്, സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യാനൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഒരു ഹെൽത്തി ഹാപ്പി കണക്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. ഈ സെൽഫ് ലവിലും സെൽഫ് കെയറിലും ഒക്കെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മുടെ നെഗറ്റീവ് ട്രൈറ്റ്സ് ഒക്കെ നമുക്ക് കൂടുതൽ ക്ലിയർ ആവുക. അതനുസരിച്ച് നമ്മൾ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഹീലിംഗ് പ്രാക്ടീസസ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മൾ സെൽഫ് സെൻറ്റേർഡ് എനർജിയിൽ നിന്ന് മാറി ഒരു സെൽഫ്ലെസ് എനർജിയിലേക്ക് എത്തും. അതാണ് ഇവിടെ വേണ്ടത്. നിങ്ങളും നിങ്ങളുടെ ഈ ഫ്യൂച്ചർ സ്പൗസും തമ്മിലുള്ള എനർജറ്റിക്കൽ അലൈൻമെന്റ് സംഭവിക്കണമെങ്കിൽ, ആ കൂടിക്കാഴ്ച സംഭവിക്കണമെങ്കിൽ ഈ ഒരു സെൽഫ്ലെസ് എനർജി നിങ്ങളിലേക്ക് വന്നേ തീരും. പ്രത്യേകിച്ച് ഈ കണക്ഷനിൽ സെൽഫിഷ് എനർജി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും
എൻ്റർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് സാധിക്കില്ല. കാരണം ആ സെൽഫിഷ് എനർജി ഉള്ളിടത്തോളം ഇതിങ്ങനെ ഇതിൽ കാലതാമസം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഇനി അടുത്ത കാർഡ് ഇന്നർ ബ്യൂട്ടി. The message, you are beautiful and graceful. Turn your gaze away from external appearances and towards your true inner beauty. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ ഗ്രേസ്ഫുൾ ആണ്. ഓക്കെ, എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഫിക്സേറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടിയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. External appearances is given great importance in today's world. Instead of developing our inner grace and achieving more perfection, the focus is on the outside, on clothing, hairstyle, and embellishments of all kinds. For the angels, there is no external beauty. They look directly into your heart and discover your true beauty. Wouldn't it be liberating to not to think about how you look today or what you should wear? Find your natural character again and you will shine from inside out. Be your authentic self. ഇതാണ് അതിന്റെ മെസ്സേജ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഫിക്സേറ്റ് ചെയ്തിരിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആ ഇൻസെക്യൂരിറ്റീസ് കാരണം നിങ്ങൾ വളരെയധികം നിങ്ങളെ കമ്പയർ ചെയ്യുന്നു. അവിടെ കമ്പാരിസൺ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തുക. ഓരോരുത്തർക്കും അവരുടേതായ ഒരു സൗന്ദര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, ഈ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം അല്ലേ. അപ്പൊ അതിൽ ഫിക്സേറ്റ് ചെയ്തിരിക്കാതെ, അതിന് പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്കാണ് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരേണ്ടത്. ഏഞ്ചൽസ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരാൾ എത്ര ഭംഗിയുണ്ട് കാണാൻ എന്നല്ല, അവരുടെ എത്ര നല്ല വ്യക്തിത്വമാണ് എന്നുള്ളതിലാണ് ഏഞ്ചൽസ് എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഒത്തന്റിക് സെൽഫിലായിരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ ശരിയായി നിങ്ങളുടെ വ്യക്തിത്വം എന്താണോ അതിലായിരിക്കുക. ആ ഒരു വ്യക്തിത്വത്തിനെ എംബ്രേസ് ചെയ്യുക. ഒരു പീപ്പിൾ പ്ലീസിങ് ടെൻഡൻസി ഞാൻ നിങ്ങളിൽ കാണുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ആയാലാണ് എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ്സിനെ എനിക്ക് ഇഷ്ടാവുള്ളൂ, ഇപ്പൊ ഞാൻ ഈ രീതിയിലായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ കുറെ തോട്ട്സ് നിങ്ങൾക്കുണ്ട്. അത് വേണ്ട. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. അപ്പോഴാണ് നിങ്ങളായി തന്നെ സ്വീകരിക്കുന്ന, അംഗീകരിക്കുന്ന, അത്രയും സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ വേറൊരാളായി ഇരിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ എപ്പോഴും നിങ്ങളായി തന്നെ ഇരിക്കുക. ശരിയായ വ്യക്തി, നിങ്ങളുടെ കൂടെ ഈ ലൈഫ് സ്പെൻഡ് ചെയ്യേണ്ട ആൾ, നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ നിങ്ങളായി തന്നെ സ്വീകരിക്കും. അവർക്ക് അവിടെ കണ്ടീഷൻസ് ഉണ്ടാവില്ല. നിങ്ങളെ മാറ്റിയെടുക്കാൻ അവർ ശ്രമിക്കില്ല. ഇൻ ദ സെൻസ് നിങ്ങളെ വേറൊരു വ്യക്തിത്വം മാറ്റിയെടുക്കാൻ, വേറൊരു ക്യാരക്ടർ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളെ വേറൊരു പേഴ്സൺ ആക്കി നിങ്ങളെ മാറ്റാൻ അവർ ശ്രമിക്കില്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങളും പക്ഷെ ആദ്യം അത് വരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഒതന്റിക് സെൽഫിനെ നിങ്ങൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് അവിടുത്തെ കണക്ഷൻ. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളോട് ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നത്. കമ്പാരിസൺ ഒക്കെ നിർത്തിവെക്കാൻ പറയുന്നു. അത് നിങ്ങൾക്ക് കൂടുതലൊരു സ്ട്രെസ്സാണ് കൊണ്ടുവരിക. ഓക്കെ, മറ്റുള്ളവരെ പോലെ കാണാനില്ല, അല്ലെങ്കിൽ അതുപോലെ ഭംഗിയിൽ എന്താ പറയുക അതുപോലെ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്റ്റീവ് അല്ല എന്നൊക്കെയുള്ള തോന്നലുകൾ കൂടുതൽ ഉണ്ടാകും തോറും നിങ്ങൾ കൂടുതൽ റെസ്റ്റ്ലെസ് ആവുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ അനാവശ്യമായ ചിന്തകളെ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിന്റെ കാര്യത്തിലാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴാണോ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഉള്ള നിങ്ങളുടെ ശ്രദ്ധ കുറച്ചുകൊണ്ട് കെയർ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, കെയറിങ് വേറെ, ഈ എന്താ പറയാ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ പെർഫെക്റ്റ് ആക്കി വെക്കണം, അല്ലെങ്കിൽ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി വെക്കണം എന്ന് വെച്ച് സൂപ്പർ ഫോക്കസ് ചെയ്യുന്നതും വേറെ. കെയറിങ്ങും അതും രണ്ടാണ്. കെയർ ചെയ്യണം, ഡെഫിനറ്റ്ലി ഒരു ഹെൽത്തി ഹാപ്പി ബോഡി ഉണ്ടാവാനായിട്ട് നമ്മൾ കെയർ ചെയ്യണം. പക്ഷെ അതെങ്ങനെയാണോ അത് അതുപോലെ തന്നെ ആയിരിക്കാനായിട്ട്. ഓക്കെ, എല്ലാവരും നല്ല നിറമുണ്ട്, അപ്പം എനിക്കും നല്ല നിറം വേണം. എല്ലാവരും സ്ട്രേറ്റ് ഹെയർ ആണ്, എനിക്കും സ്ട്രേറ്റ് ഹെയർ വേണം. അത് വേണ്ട. നിങ്ങളുടെ കേളി ഹെയർ ആണെങ്കിൽ ആ കേളി ഹെയറിനെ എംബ്രേസ് ചെയ്യുക, അതിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു ബ്രൗൺ സ്കിൻ ആണെങ്കിൽ അത് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസസ് അല്ലേ. നിങ്ങളുടെ മുടിയുടെ ഒരു സ്ട്രക്ചർ, ടെക്സ്ചർ, അതിന്റെ കളർ, നിങ്ങളുടെ സ്കിന്നിന്റെ കളർ, നിങ്ങളുടെ കണ്ണിന്റെ ഷേപ്പ്, ഇതെല്ലാം നിങ്ങൾ എന്ന വ്യക്തിയുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അത് മറ്റൊരാളുടെ പോലെ ആക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിങ്ങളല്ലാതാവാണ് ചെയ്യുന്നത്. അതെപ്പോഴും ഓർക്കുക. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ക്യാപ്സൂൾ ക്ലൂ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാപ്സൂൾ ക്ലൂ ഗൈഡൻസിൽ ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ എന്താ പറയണ്ടേ, ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണ് ഇവിടെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗ്രൂപ്പ് 1ന്റെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട ക്ലൂസ് ആണ് നമുക്കിവിടെ വേണ്ടത്. അവരുടെ പേരിലുള്ള അക്ഷരങ്ങൾ, ഇനീഷ്യൽ, സോഡിയാക് സൈൻ, ബർത്ത് മന്ത്, ബർത്ത് ഡേറ്റ്,
ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പം നമുക്ക് ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, ഈ ദിവസങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും അവർ ജനിച്ച ദിവസമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. 1-ാം തീയതി, 15, 27, ഈ തീയതികളിൽ ഏതെങ്കിലും അവരുടെ ജനനത്തീയതി ആയിരിക്കാം. പിന്നെ ജാനുവരി, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഇതിലേതെങ്കിലും അവർ ജനിച്ച മാസമായിരിക്കാം. പിന്നെ നമുക്ക് മൺസൂൺ സീസണും ഓട്ടം ഫോൾ സീസണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൺസൂൺ സീസൺ മഴക്കാലം, അതുപോലെ തന്നെ ഈ ഓട്ടം ഫോൾ സീസൺ അപ്പോൾ അടുത്ത വർഷത്തെ മഴക്കാലം, അതുപോലെ തന്നെ ഈ ഒരു എന്താ ശിശിരകാലം എന്നൊക്കെ പറയുന്നത് ഈ ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റ്, എനർജറ്റിക്കൽ അലൈൻമെൻ്റ് ഒക്കെ ആയിട്ട് ഈ ഒരു ടൈം ലൈനിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു വർഷം തുടങ്ങി മഴക്കാലത്തിനുള്ളിൽ, അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങി ശിശിരകാലത്തിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിനെ നിങ്ങൾ തിരിച്ചറിയുന്നതിനോ, അല്ലെങ്കിൽ നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച സംഭവിക്കുന്നതിനോ, അല്ലെങ്കിൽ നിങ്ങളും അവരുമായിട്ടുള്ള എനർജറ്റിക്കൽ അലൈൻമെൻറ്റ് നടന്നിരിക്കുന്നു എന്നൊരു കൺഫർമേഷനോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സമയം നോക്കി വയ്ക്കുക. ഈ സീസൺസിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അവർക്ക് ഒരു ടോറസ് പ്ലേസ്മെൻറ്റ് അവരുടെ സൺ മൂൺ റൈസിംഗ് ഉണ്ടായിരിക്കാം. നമുക്ക് മെയ് മാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മെയ് മാസത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ഹാഫ് ഞാൻ പറയുന്നത്, അതെ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ടോറസ് അവർക്ക് സൺ സൈൻ ആയിരിക്കും. ഇനി നമുക്ക് ലെറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത് B, H, I, K, P, Q, T. ഓക്കെ, ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ഉണ്ടായിരിക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്, അവരുടെ പേരിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അതുപോലെ ഈ 2026 നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി എനർജറ്റിക്കൽ അലൈൻമെൻറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസുമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ഏഞ്ചൽ മെസ്സേജസിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ ഗൈഡൻസിൽ ഫോക്കസ് ചെയ്യുക, കൃത്യമായത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താനും അത് എനർജറ്റിക്കൽ അലൈൻമെൻറ്റ് സംഭവിക്കുന്നതും ആദ്യ കൂടിക്കാഴ്ച സംഭവിക്കുന്നതിനും തുടങ്ങി ആ ഡിവൈൻ യൂണിയനിൽ എത്തുന്നതിന് വരെയുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, കാര്യങ്ങൾ കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടും കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടും മുന്നോട്ട് പോകുന്നതാണ് ഈ ഒരു വിഷയത്തിൽ. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകൻ ഡോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജ് നമ്മൾ ലാസ്റ്റാണ് റീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം 2026 നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട്, നിങ്ങൾ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിനും ആദ്യ കൂടിക്കാഴ്ച സംഭവിക്കുന്നതിനും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? Clarify the 3 of Swords. ഹാർട്ട് ബ്രേക്കിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ അവിടേക്കാണ് പോകേണ്ടത്. ഓക്കെ, കഴിഞ്ഞു പോയ ഇത് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ഒരു ഹാർട്ട് ബ്രേക്ക് അല്ലേ, അതിൽ എത്രയോ നിങ്ങൾ അതിന് ഫോക്കസ് ചെയ്ത് എന്തിനാണ് ഒരുപാട് സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാണ് അതിൽ ഫോക്കസ് ചെയ്തിരുന്നിട്ട്. ഓക്കെ, ശരിയാണ്, നിങ്ങൾക്കത് ഒരുപാട് വേദന ഉണ്ടാക്കി, നിങ്ങൾ അത്രമേൽ സ്നേഹിച്ച ഒരാളായിരിക്കാം, അവർ അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അവർ വേണ്ട വിധേന നിങ്ങൾക്ക് തരേണ്ട ഒരു വാല്യൂ തന്നില്ല, നിങ്ങൾ ട്രീറ്റ് ചെയ്തില്ല, നിങ്ങൾ അത്രമേൽ അവർ വേദനിപ്പിച്ചു, അതും മനസ്സിലാക്കുന്നു, ശരിയാണ്. അതിൽ നിന്ന് ഹീലാകാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളെ വേദനിച്ചിരിക്കുന്നത് നമുക്ക് സന്തോഷം തരുമോ? ഇല്ല അല്ലേ? അവരെ വേദനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം എന്നാണ് നമ്മുടെ ചിന്തയായിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുക. എന്നതുപോലെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളോട് ഇപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾ അനുവദിക്കുകയാണ്, അത് പാടില്ല. ഓക്കെ, കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെയാണ് സ്നേഹിക്കേണ്ടത്. അതൊരു സെൽഫിഷ് എന്താ പറയുക രീതിയിലല്ല പറയണേ, ഒരു സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡിലായിരിക്കണം
അവിടെ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പക്ഷെ നമ്മളെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വേദനിക്കുമ്പോൾ അവർ ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് റിലീസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ അവരെ സ്നേഹിക്കുമോ എങ്ങനെയൊക്കെ അവരെ കെയർ ചെയ്യുമോ അതാണ് നിങ്ങളിപ്പോൾ നിങ്ങളോട് ചെയ്യേണ്ടത്. ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു അധ്യായമാണ് ആ കഴിഞ്ഞു പോയത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതൊരു അവസാനമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആ വേദനയിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയുന്നു. സമയമെടുക്കും, എളുപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരു ധൃതിയുമില്ല എന്ന് നിങ്ങളോട് പറയാണ്. ഓക്കെ, ഡെഡ് ലൈൻ ഒന്നും വെക്കാതിരിക്കുക, എത്ര സമയത്തിനുള്ളിൽ ഇല്ല, അങ്ങനെ പാടില്ല. നിങ്ങൾ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ സമയം എടുത്തുകൊണ്ട് ആ ഒരു ഹീലിംഗ് ചെയ്യുക, പക്ഷെ അത് ചെയ്തിരിക്കണം, ഹീലിംഗ് നടന്നിരിക്കണം. ഓക്കെ, ഡിസിപ്ലിൻഡ് ആയിരിക്കുക, നിങ്ങളുടെ ആക്ഷൻസിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റൊമാൻറ്റിക് കണക്ഷൻ എന്താണ്, എങ്ങനെയാണ് എന്നതിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ വേണം എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നു. അതാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. 2026ലേക്ക് കിടക്കുന്നതിന് മുൻപ് ഏത് തരത്തിലുള്ള പാർട്ട്ണറിനെയാണ് വേണ്ടത്? എനിക്ക് തോന്നുന്നു കളക്റ്റീവ്ലി ആ ഒരു തരത്തിലുള്ള ഫോക്കസ് കുറവാണ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, കാരണം എനിക്ക് ആ മെസ്സേജ് വളരെ റിപ്പീറ്റഡ്ലി വരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ റീഡ് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന, അത് പേഴ്സണൽ റീഡിംഗിലായിക്കോട്ടെ കളക്റ്റീവ് റീഡിംഗിലായിക്കോട്ടെ വരുന്ന ഒരു മെസ്സേജാണ് നിങ്ങൾക്കൊരു വ്യക്തത കുറവുണ്ട് എന്നുള്ളത്. ഇവിടെ അതന്നെ പറയണേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കണക്ഷൻ അതെന്താണ്? ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് പാർട്ട്ണർ, എന്തായിരിക്കണം അവർ, എങ്ങനെയായിരിക്കണം അവർ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ വേണം. ഓക്കെ, അവരെങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം, ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, അത് നിങ്ങൾക്ക് എത്ര വ്യക്തത കൊണ്ടുവരാമോ അത്രയും നിങ്ങൾക്ക് എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിലേക്ക് ആയിരിക്കാനും ആ വ്യക്തിയുമായിട്ട് ഒരു ഡിവൈൻ യൂണിയൻ നടക്കുന്നതിനും നിങ്ങളെ സഹായിക്കും. അതാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചു എന്നതിനർത്ഥം ഇനി നിങ്ങൾക്കൊരു ട്രൂ റൊമാൻറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്നല്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ആ റൊമാൻറ്റിക് സൈഡ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്ത് വളരെ കോൾഡ് ആൻഡ് ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ ഇനി ആരെയും സ്നേഹിക്കില്ല അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക. ഓക്കെ, പ്രണയം എപ്പോഴും ഉണ്ടായിരിക്കണം. ആ പ്രണയം എന്നുള്ള വികാരം അത് നിങ്ങളോടും ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ജീവിതത്തിനോടും ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുക. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എനർജി മറ്റൊരാളിലേക്ക്, നിങ്ങളുടെ പങ്കാളിയിലേക്ക് നിങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കാം. അപ്പോൾ അതാണ് നിങ്ങളോട് പറയണത്. ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങളുടെ ജീവിതാവസാനം അല്ല എന്നുള്ളത് യൂണിവേഴ്സ് ഇങ്ങനെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ ഇതിനേക്കാൾ നല്ലൊരു കണക്ഷൻ കിട്ടില്ല എന്നാണെങ്കിൽ അത് തെറ്റായ ചിന്തയാണ് കുട്ടി. കാരണം നിങ്ങൾക്ക് ഇതിന് നല്ല കണക്ഷനാണ് യൂണിവേഴ്സ് കരുതിയിട്ടുള്ളത്. നിങ്ങൾ വളരെ ഫുൾഫിൽഡ് ആകുന്ന, നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ പരിശ്രമം. ഓക്കെ, അതിലേക്ക് അല്ലാതെ ഈ കഴിഞ്ഞു പോയതിലല്ല, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ ഫോക്കസ് ഈ റിലീസിങ്ങിലായിരിക്കണം, ഡിറ്റാച്ച്ഡ് ആകുന്നതിലായിരിക്കണം. സറണ്ടർ ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനെ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ ഒരു സങ്കടത്തോടെ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ കാണാതെ നിങ്ങൾ അതിലുണ്ടായിരുന്ന റെഡ് ഫ്ലാഗ്സ്, അവസാനിച്ചു പോയ കണക്ഷൻ, അതിലുണ്ടായിരുന്ന റെഡ് ഫ്ലാഗ്സ് ഒന്ന് അനലൈസ് ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, ചിലർക്ക് അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഇത് മിക്കവർക്കും റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളവിടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത് ആ റൊമാൻറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് അല്ലെങ്കിൽ സന്തോഷം തരുന്ന മൊമെന്റ്സിനെ കുറിച്ചുള്ള ചിന്തയാണ് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ മൈൻഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്. നിങ്ങളവിടെ അത് നിർത്തിയിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, എന്തൊക്കെയായിരുന്നു ആ റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ വേദനിപ്പിച്ചത്, അവരുടെ എന്തൊക്കെ ചെയ്തികളാണ് എന്നെ വേദനിപ്പിച്ചത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. അതൊരു ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെ ബുക്കിൽ എഴുതി വെച്ച് സന്തോഷം തരുന്ന മൊമെന്റ്സ്, സങ്കടം തന്നിട്ടുള്ള മൊമെന്റ്സ്, ഓക്കെ, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തത്, മോശമായി ട്രീറ്റ് ചെയ്തത്, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിക്ചർ മനസ്സിലാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ കണക്ഷൻ അവസാനിച്ചു പോയത്. ഇതിനോടൊപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ലിസ്റ്റ്, നിങ്ങൾക്ക് എങ്ങനത്തെ പാർട്ട്ണറിനെ വേണം, എങ്ങനെയായിരിക്കണം അത് ട്രീറ്റ് ചെയ്യുന്നത്, ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്ന കാര്യം കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് എല്ലാം വെച്ചൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തുകൊണ്ട് അവസാനിച്ചു പോയി, നിങ്ങൾ എന്താണ് അർഹിക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ കാഴ്ചപ്പാട് കിട്ടുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഓക്കെ,
അതിനോട് ഇങ്ങനെ ഒബ്സെഷൻ വേണ്ടാന്നാ പറയണേ. ആ ഒരു കണക്ഷനോട്, ആ കണക്ഷനെ നിങ്ങളിങ്ങനെ വിട്ടു കൊടുക്കണേ ഇല്ല, നിങ്ങളിങ്ങനെ പിടിച്ചു വെക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു തോന്നലാണ് ഇതിനപ്പുറം, ഇതിന് നല്ലൊരു കണക്ഷൻ എനിക്ക് ഇനി വരില്ല, എനിക്ക് കിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. അത് തെറ്റാണ്. ഓക്കെ, യു ഡിസേർവ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളത് ഒരു സ്റ്റേബിൾ, സെക്യൂർ ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, സ്റ്റെബിലിറ്റി തരുന്ന, നിങ്ങൾക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന, ഒരു സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ലോങ് ടേം കമ്മിറ്റഡ് കണക്ഷൻ ആണ് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് എത്തുന്നതിനായിരിക്കണം, അതിലേക്ക് എത്തുന്നതിനായിരിക്കണം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ. ഇപ്പോൾ തുടങ്ങി നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കാം. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ചിന്തകൾ, ഓർമ്മകൾ, അതിനെല്ലാത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അതിൽ നിന്ന് റിലീസ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് റിലീസ് ചെയ്യുന്നുവോ നിങ്ങൾക്ക് അത്രയും പീസ്ഫുൾ ആയിരിക്കും ഇനി നിങ്ങളുടെ അങ്ങോട്ടുള്ള ലൈഫ്, എസ്പെഷ്യലി നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ്. അതുപോലെ ലൈഫിൽ കുറച്ചും കൂടെ ഒരു അടക്കും ചിട്ടയൊക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിരിക്കുക, അതായത് പ്രസന്റ് മൊമെന്റിലായിരിക്കുക. നിങ്ങളോട് അതാ പറയുന്നത്, ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞു പോയതിലും വരാനിരിക്കുന്നതിലും ഓർത്ത് നിൽക്കാതെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോഴത്തെ മൊമെന്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ മേഖലയിലാണ് നിങ്ങളുടെ ശ്രദ്ധ അത്യാവശ്യമായിട്ട് വരേണ്ടതായിട്ടുള്ളത്, എവിടേക്കാണ് നിങ്ങൾ ആക്ഷൻസ് എടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നോക്കുക. അതിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റക്ക് എനർജി ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. ഈ മെസ്സേജ് എനിക്ക് ഫസ്റ്റ് ഇതിൽ വന്നതാണ്. ഫിൽ യുവർ ഓൺ കപ്പ്. അണ്ടർലൈൻ എനർജി നോക്കൂ, എംപ്രസ് ആണ്. എംപ്രസ് എനർജിയിലേക്ക് മാറണം നിങ്ങൾ, ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് മാറണം. ഓക്കെ, അതായത് ഫിൽ യുവർ ഓൺ കപ്പ് എന്ന് പറഞ്ഞാൽ കപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസിനെയാണ്. അത് ഫിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഇമോഷണൽ ഫുൾഫിൽമെന്റ്. ഓക്കെ, അത് നമ്മളൊരിക്കലും വേറൊരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരാണ് അത് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു ചിന്ത പാടില്ല. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കാനും പാടില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സംതൃപ്തി, പ്രത്യേകിച്ച് വൈകാരികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സംതൃപ്തി, അത് നമ്മൾ തന്നെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, നമ്മുടെ ലൈഫിനെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ പാർട്ട്ണറും നമ്മുടെ ലൈഫിലേക്ക് വരുന്ന മറ്റുള്ളവരും ചെയ്യുക. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മൾ നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ഈ പറയുന്ന ആളുകളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി. അപ്പൊ അവരൊക്കെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വേണ്ട വിധം സ്നേഹിക്കുന്നില്ല, വേണ്ട വിധം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അവിടെയാണ് ആ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റിയലൈസേഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രിഗേർഡ് ആവും. അല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ നന്നായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്, ഇത് എൻ്റെ തെറ്റുകൊണ്ട് വരുന്നതല്ല. കാരണം എന്താ, ഇൻ കേസ് നിങ്ങൾക്ക് ലൈഫിൽ കൂടുതൽ ടോക്സിക് കണക്ഷൻസ് ആണ് ഉള്ളതെങ്കിൽ അപ്പോൾ അവിടെ അതിനർത്ഥം എന്താണ്, നിങ്ങളോട് നിൽക്കുന്ന രീതി ടോക്സിക് ആണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ് വരുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പൊതുവെ തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വേണം. ഇവിടെ ഈഗോ വെച്ചിരുന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ഈഗോനെ ഫോക്കസ് ചെയ്യേണ്ട. നമ്മുടെ നല്ലതിനാണല്ലോ ഈ കാര്യങ്ങൾ പറയുന്നത്, നമ്മുടെ നല്ലതിനാണ് നമ്മൾ ഇതൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ഇമാജിൻ ചെയ്യുന്ന, പ്രത്യേകിച്ച് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന ആ ഒരു ഹാപ്പി ലൈഫ്, ആ ഒരു റൊമാൻറ്റിക് എക്സ്പീരിയൻസസ്, ആ ഒരു പാർട്ട്ണർ, അതൊക്കെ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അടുത്തതായി കിട്ടിയിട്ടുള്ളത് 6 of Wands എന്നുള്ള കാർഡാണ്. Clarified 6 of Wands. ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടക്കാതിരിക്കുമ്പോഴേക്ക് അത് നിരാശ വേണ്ടെന്ന് പറയാം. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും നല്ലത്, അത് ഏതൊരു മേഖലയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് 100% എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിനേക്കാൾ നല്ലതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളെടുത്ത എഫേർട്ടിന് നിങ്ങൾ ഫോക്കസ് ചെയ്ത കാര്യം പോരാ ആക്ച്വലി. ഓക്കെ, അതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം നമ്മൾ ലക്ഷ്യം വെച്ചതിനെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു നിരാശ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ഓക്കെ, അതിനപ്പുറം നമുക്കൊരു ആത്മവിശ്വാസം വരും. എന്ത്, ഓക്കെ, ഞാൻ ഇതിന് നല്ലതാണ് ഡിസേർവ് ചെയ്യുന്നത്, അതാണ് എൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത്. അത് നമ്മുടെ ലൈഫിനെ ഒരുപാട് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മൾക്ക് നമ്മളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതിനും നമ്മുടെ ആ ഒരു എന്താ പറയണ്ടേ, വളരെ നമ്മുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിനും ഈ പറയുന്ന പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് നൽകാനുള്ളത് ഈ പറഞ്ഞ കാർഡ്, നമുക്ക് കിട്ടിയിട്ടുള്ള
ഹ്യൂമിലിറ്റി എന്നുള്ള കാർഡ്. അത് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഈ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള ഈ ഒരു ഡിവൈൻ അലൈൻമെന്റിനുമായിട്ട് ബന്ധപ്പെട്ട് ഏഞ്ചൽസ് നൽകുന്ന സന്ദേശമാണ്. അതിലെന്താണ് നിങ്ങളോട് പറയുന്നത് നമുക്ക് നോക്കാം. 17 ഹ്യൂമിലിറ്റി. മെസ്സേജ്: Humility brings you closer to heaven than being on the top of the world. The Dalai Lama once said, "The planet no longer needs successful people. What the planet is in desperate need of are peacemakers, healers, innovators, storytellers, and lovers of all kinds." The angels could not have expressed any better how important it is to currently to humbly put oneself into service. The world needs everyone who is willing to engage lovingly in life. These days, it is easier to be successful than to speak openly about humility. Humility is a gift, a renunciation of selfishness, which makes it easy for angels to choose us for their luminous deeds. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹ്യൂമിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം എളിമയോടായിരിക്കുക എന്നുള്ളൊരർത്ഥമാണ്. ഓക്കെ, എത്രത്തോളം നമുക്ക് ഒരാൾക്ക് സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് എളുപ്പമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ വളരെ എളിമയോടെ ഇരുന്നുകൊണ്ട് ചുറ്റുമുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക, സ്നേഹം പരത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ അത് വളരെ പ്രഷ്യസ് ആയിട്ടൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് അവര് ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ പറയുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് അവർ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ആ പറയുന്ന ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആളുകളെയാണ്, അവർക്കാണ് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. കാരണം അവരുടെ ഇന്റൻഷൻസ് പ്യുവർ ആണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിന്റെ ആസ്പെക്റ്റിലേക്ക് വരുമ്പം ആ ഒരു സെൽഫിഷ് എനർജിയിലാവാതിരിക്കുക, അതോടൊപ്പം തന്നെ എളിമയോടായിരിക്കുക. അതായത് ആ ഒരു എംപ്രസ് എനർജീനെ എംപ്രേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കൺസെപ്റ്റ്. സ്നേഹം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം അത് എക്സ്പ്രസ് ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എക്സ്പ്രസ് ചെയ്യുക. ഓഫ് കോഴ്സ് നമ്മളത് കാണിക്കുമ്പോൾ അത് ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കേണ്ട ഹെൽത്തി ബൗണ്ടറീസ് എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ അത് അർഹിക്കുന്നവർക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം, നമ്മളെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാനോ അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു എനർജിയിലായിക്കൊണ്ട് വേണം നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകാൻ. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് എനർജറ്റിക്കൽ അലൈൻഡ് ആകുന്നതിനും ആ ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിനും എല്ലാം ഈ പറഞ്ഞ മെസ്സേജ് അപ്ലിക്കബിൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ മൊത്തത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതിനും നല്ല ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനും അതോടൊപ്പം നിങ്ങളുടെ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു പർപ്പസ്, ലൈഫ് പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതിനും ഈ ഒരു എനർജിയിലായിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അത് അർഹിക്കുന്നവർക്ക് അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റൊരാളെ സഹായിക്കാൻ അത് നിങ്ങൾക്ക് പറ്റുന്നൊരവസരമാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ സഹായിക്കുക അല്ലേ. അത് അവിടെ അതുകൊണ്ട് ഇപ്പം എനിക്ക് എന്താ ലാഭം എന്നുള്ളത് ചിന്തിക്കുന്നതിൽ അത് സെൽഫിഷ് എനർജിയായി. അവിടെ നമുക്ക് അവിടെ ലാഭം എന്തിനാണ് നോക്കുന്നത്? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിവാർഡ് നമ്മളെ തേടിയെത്തിയിരിക്കും. അത് സ്ട്രെയിറ്റ് ആ പേഴ്സണിൽ തന്നെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും തന്നെ ആയിരിക്കില്ല, വേറെ രീതിയിലായിരിക്കും. പക്ഷെ അത് നമുക്ക് എന്തായാലും നമ്മളിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകളെ സഹായിച്ച് ആളുകളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേ ഓഫ് ലിവിങ്. അങ്ങനത്തെ ആളുകളെയാണ് ഭൂമിയിൽ ഇപ്പോൾ കൂടുതൽ ആവശ്യം. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കുറേ ഉണ്ട് ഈ ഭൂമിയിൽ. അത് എളുപ്പമാണ് അങ്ങനെ ആവാനും. അതിനെങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യമാണുള്ളത്. പക്ഷേ ഈ ചുറ്റുമുള്ളവരുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്ത് പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് പോകുന്ന ജീവിതത്തിൽ ഉടനീളം ആയിരിക്കുമ്പോൾ ആ ഒരു സ്നേഹം പരത്തിക്കൊണ്ട് പോകുക, ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന ഒരാളാണ്. വളരെ ഒരു സോഫ്റ്റ് സൈഡ്, നിങ്ങളുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സൈഡ് ഉള്ള ഒരാളാണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഒരു തരത്തിലും ഒരു ഭയം കാണിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് എന്ന് പറയുന്നു. കാരണം ആ ഒരു നിങ്ങളുടെ ആ ഒരു അതാണ് എംപ്രസ് എനർജി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ ആ ഒരു എനർജിയാണ് എംപ്രസ് എനർജി. ആ എംപ്രസ് എനർജിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുക. അതാണ് നിങ്ങൾക്കുള്ള വേ, നിങ്ങളുടെ ആ ഒരു ഡിവൈൻ യൂണിയനിലേക്ക്.
അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതിനും ഈ ഒരു എനർജിയിലായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആളുകൾ ചൂഷണം ചെയ്യാൻ അറിഞ്ഞു നിന്ന് കൊടുക്കുന്നതല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്നേഹം പരത്തുക എന്നത്. ഓക്കെ, അർഹിക്കുന്നവർക്ക് അത് കൊടുക്കുക, അർഹിക്കുന്നവർക്ക് ആ സഹായങ്ങൾ കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുക. നമുക്കത് ചെയ്യാൻ പറ്റുമെന്നറിയുമ്പോൾ അവിടെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ വെക്കാതെ പ്യുവർ ഇൻറ്റൻഷനോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. അതിനെങ്ങനെ റിവാർഡ് കിട്ടും, എപ്പോഴാണ് എനിക്ക് റിവാർഡ് കിട്ടുക, അതിലൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തേണ്ട സമയത്ത് നിങ്ങളിലേക്ക് അതിനുള്ള റിവാർഡ്സ് എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി, നിങ്ങൾ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ ഭാവി ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉള്ള ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. നമുക്ക് 2 സീസൺസ് കിട്ടിയിട്ടുണ്ട്, സമ്മർ സീസൺ അതുപോലെ ഓട്ടം ഫോൾ സീസൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം വേനൽക്കാലം തുടങ്ങി, അടുത്ത വർഷം വേനൽക്കാലം തുടങ്ങി, അല്ലെങ്കിൽ ഒന്നുകിൽ അടുത്ത വർഷം ആദ്യം തുടങ്ങി വേനൽക്കാലത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ വേനൽക്കാലം തുടങ്ങി ശിശിരകാലത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റ് സംഭവിക്കുന്നതിനോ, അല്ലെങ്കിൽ ആ ഡിവൈൻ യൂണിയൻ സംഭവിക്കുന്നതിനോ, അല്ലെങ്കിൽ നിങ്ങളോ ആ വ്യക്തിയുമായിട്ടുള്ള എനർജറ്റിക്കൽ അലൈൻമെന്റ് നടന്നു കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുക, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തു, നിങ്ങൾ എത്രത്തോളം അലൈൻഡ് ആയി എന്നനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുക. ഓക്കെ, കൃത്യമായി കൺസിസ്റ്റന്റ് ആയിട്ട് ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഡിവൈൻ യൂണിയനിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അടുത്ത വർഷം. അതല്ല നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചുറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആ എനർജറ്റിക്കൽ അലൈൻമെന്റ് നിങ്ങൾ അറിയാണ്. ഓക്കെ, ആ എനർജറ്റിക്കലി ഞങ്ങൾ അലൈൻഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പകൽ പോലെ വ്യക്തമായ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ആ സമയമാണ് നമ്മൾ പറഞ്ഞ ടൈം ഫ്രെയിം ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ പുതുവർഷം തുടങ്ങി വേനൽക്കാലം തുടങ്ങുന്നതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ വേനൽക്കാലം അവസാനിക്കുന്നതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ആ ഒരു ടൈം പീരീഡ്, അല്ലെങ്കിൽ വേനൽക്കാലം തുടങ്ങി ശിശിരകാലത്തിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഈ പറയുന്ന കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലേസ്മെന്റ്സ് അക്വേറിയസ് കിട്ടിയിട്ടുണ്ട്, ഏരീസ്, ലിബ്ര. ഈ സോഡിയാക് സൈൻസ് അവരുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലെറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത് O, Q, X. അപ്പോൾ ഇതവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ്, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ജാനുവരി മാസം കിട്ടിയിട്ടുണ്ട്, സെപ്റ്റംബർ മാസം കിട്ടിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും അവർ ജനിച്ച മാസമായിരിക്കാം, സൺഡേ അവർ ജനിച്ച ദിവസമായിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട് 4, 13, 14, 30. ഇതിലേതെങ്കിലും അവർ ജനിച്ച തീയതിയായിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അവരെക്കുറിച്ച് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് കൂടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ കാർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ 2026 നിങ്ങളുടെ ഈ ജന്മം നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിന് എന്താണ് ചെയ്യേണ്ടത്, അവരുമായിട്ട് ആ ഒരു ഡിവൈൻ യൂണിയൻ ഉണ്ടാകുന്നതിനും എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് മജീഷ്യൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ മജീഷ്യൻ. ഈ ഒരു ഡിവൈൻ അലൈൻമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കണോ അതിന് വേണ്ടുന്ന എല്ലാ ടൂൾസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കൃത്യമായിട്ട് ഈ ഗൈഡൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഡിവൈൻ അലൈൻമെന്റ് നടക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. അത് ഇന്ന രീതിയിലായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസോ ഡിമാൻഡ്സോ വെക്കാതിരിക്കുക. എങ്ങനെയാണോ ഈ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിക്കേണ്ടത്, എങ്ങനെയാണ് ഈ എനർജറ്റിക്കൽ അലൈൻമെന്റ് സംഭവിക്കേണ്ടത്, എപ്പോഴാണോ സംഭവിക്കേണ്ടത്, ഓക്കെ, പ്രത്യേകിച്ച് സമയം, ടൈം ഫ്രെയിം എപ്പോഴാണോ സംഭവിക്കേണ്ടത് അത് ആ രീതിയിൽ സംഭവിക്കുന്നതിന് അനുവദിക്കണം. നിങ്ങളത് റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ പഴയ കാര്യങ്ങളെയും കൊണ്ട് ഈ പുതിയ അധ്യായത്തിലേക്ക് കടക്കാതിരിക്കുക. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിനെ റിലീസ് ചെയ്യണം. നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കേണ്ടത് ഈ പാസ്റ്റ് റിലീസ് ചെയ്തിട്ട് ഈ വരുന്ന പുതിയ അധ്യായം, ഈ വരുന്ന പുതിയ എനർജീനെ സ്വീകരിക്കുന്നതിന് സ്പേസ് ഉണ്ടാക്കുന്നതിലായിരിക്കണം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ. അപ്പൊ അതിനായിട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ അവിടെ ആയിരിക്കണം. സോളിറ്റ്യൂഡിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് ടേം കണക്ഷൻസിലേക്കൊന്നും പോവാതിരിക്കുക. എന്താ പറയുക, മിക്കതും ടോക്സിക് കണക്ഷൻസ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. റോങ് പേഴ്സണെയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോവാതിരിക്കുക. നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ എന്താണോ അതിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതായത് നിങ്ങളോട് സ്പെസിഫിക്കലി പറയുന്നു പാസ്റ്റ് എനർജീസ് സ്റ്റേ ബിഹൈൻഡ്. ഇതാണ് ഞാൻ കേൾക്കുന്നത്. പാസ്റ്റ് എനർജീസ് സ്റ്റേ ബിഹൈൻഡ്. നിങ്ങൾ ഈ പാസ്റ്റ് എനർജീസിനെ പാസ്റ്റിൽ തന്നെ നിർത്തുക. അതിനെ കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു ടെൻഡൻസി ഒഴിവാക്കുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. നിങ്ങളുടെ ഫുൾ ഫോക്കസ് അതിലായിരിക്കണം. സോളിറ്റ്യൂഡിലായിരിക്കുക. ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലുള്ള അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള റിലേഷൻ, ആ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിക്കണം എന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് 2026 എങ്കിൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റും. പിന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക. ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും, അത് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിന് ഈശ്വരന് നന്ദി പറയണം. അത് ഡെയിലി ബേസിസിൽ നിങ്ങൾ ചെയ്തിരിക്കണം. പിന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഭാവിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. ഹെൽത്തി ഹാപ്പി കണക്ഷനിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഓക്കെ, ഇപ്പോൾ സെൻഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഫോക്കസ് കൂടുതൽ പോകുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഇൻറ്റിമസിയിലേക്ക്, നിങ്ങളുടെ ഫിസിക്കൽ അട്രാക്ഷൻ, ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ആ റിലേഷൻഷിപ്പിൽ അതും അത്യാവശ്യമാണ്. പക്ഷേ അത് മാത്രമായിരിക്കരുത് ഇമ്പോർട്ടൻസ്. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പ്, ആ തരാൻ പറ്റുന്ന ഒരാൾ. ഓക്കെ, ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ സ്വാഭാവികമായിട്ടും അവിടെ വന്നോളും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കണക്ഷനിൽ അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം ആ വ്യക്തി, എങ്ങനത്തെ കണക്ഷൻ ആയിരിക്കണം, ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നുള്ളതിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പാസ്റ്റിലത്തെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ഹാപ്പി ബൗണ്ടറീസ് എല്ലാവരോടും വയ്ക്കുക. ഓക്കെ, എല്ലാവരുമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി വയ്ക്കുക. ഒരു നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ. ഒരിക്കലും നിങ്ങളുടെ സന്തോഷത്തെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം. നോ പറയേണ്ടവർക്ക് നോ പറയാം. നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അതുപോലെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് വളരെ എന്താ പറയുക, റെസ്പെക്ട്ഫുള്ളി നിങ്ങൾക്ക് പറയാമല്ലോ, അത് പറയാം. അത് നിങ്ങൾക്ക് പറ്റണം, അത് നിങ്ങൾ ശീലിക്കണം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി റെസ്പോണ്ട് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പെയിൻഫുൾ എക്സ്പീരിയൻസസ് ഉണ്ട്. നിങ്ങൾ പറയേണ്ട ബൗണ്ടറി ഇടേണ്ട സമയത്ത് ഇടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറെ പെയിൻഫുൾ എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരിക. ഇപ്പോൾ നിങ്ങളുടെ റൊമാൻറ്റിക് സൈഡിനെ അണ്ടർ കൺട്രോൾ വെക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഇൻ ദ സെൻസ് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക. നിങ്ങളുടെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, ഈ ജന്മത്തിൽ നിങ്ങൾ ആരുടെ കൂടെയാണോ ജീവിക്കാൻ വിധിച്ചിരിക്കുന്നത് അവരുമായിട്ട് കണക്ട് ചെയ്യുന്നതിനും അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നതിനും അവരുമായിട്ടുള്ള ഡിവൈൻ യൂണിയനിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. വേറെ ഒരു പ്രത്യേകിച്ച് ഫിസിക്കൽ അട്രാക്ഷൻ, ആ ഒരു എന്താ പറയുക, ഫിസിക്കൽ ഫോമിലുള്ള അട്രാക്ഷൻ്റെ ഒന്നും ഫോക്കസ് ചെയ്യാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ നിൽക്കരുത് എന്ന് നിങ്ങളോട് പറയുന്നു. ഇമാജിനേഷനിൽ ജീവിക്കാതെ റിയാലിറ്റിയിലേക്ക് വരാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഒരുപാട് ഇമാജിനേഷൻ ഉണ്ട്, അങ്ങനെ വേണം, ഇങ്ങനെ ലൈഫ് ആയിരിക്കണം, അങ്ങനത്തെ ലൈഫ് ആയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഇമാജിനേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലും അതേ ഉള്ളൂ, അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് മാറണം.
ഇമാജിനേഷൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്, വിഷ്വലൈസ് ചെയ്യുന്നത് നല്ലതാണ്. അത് വിഷ്വലൈസേഷൻ എന്ന രീതിയിൽ ചെയ്യുക. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അലൈൻഡ് ആക്ഷൻസും കൂടി എടുക്കണം. അപ്പോഴാണ് ആ വിഷ്വലൈസേഷൻ നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുള്ളൂ. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ്, അടഞ്ഞു പോകേണ്ട അധ്യായങ്ങളുണ്ട്, അത് അടഞ്ഞു പോകാൻ നിങ്ങൾ അനുവദിക്കൂ. എന്തിനാണ് നിങ്ങൾ അതിൽ ഇപ്പോഴും ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നത്? അതിൽ ഇനിയൊരു ഭാവി ഇല്ല എന്ന് നിങ്ങൾക്ക് പലവട്ടം പല രീതിയിലെ യൂണിവേഴ്സ് നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട് അതിലൊരു ഭാവി ഇല്ല എന്നുള്ളത്. ഓക്കെ. അപ്പൊ പിന്നെ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ പോവാതിരിക്കുക, അതിൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചാപ്റ്റർ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തി അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുക. സെൽഫ് ലവ്, ലാക്ക് ഓഫ് സെൽഫ് ലവ്. ഓക്കെ, അതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു നിങ്ങളോട് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ പ്രസന്റ് മൊമെന്റിലാവുക. ലൈഫിൽ ഇപ്പോൾ ഒരുപാട് നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിലേക്കായിരിക്കണം നിങ്ങളുടെ ഷിഫ്റ്റ് വരേണ്ടത്. നിങ്ങൾ എന്നും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രൊഡക്റ്റീവ് ആകാതിരിക്കുമ്പോഴാണ് ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരിക, അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങളോട് പറയുന്നത് പ്രസന്റ് മൊമെന്റിലായിരിക്കുക. ചിലപ്പോൾ പുതിയൊരു ഹോബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽ പഠിക്കാനായിട്ട് തുടങ്ങുക. എന്ത് തന്നെയാണെങ്കിലും തലേ ദിവസം തന്നെ പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ടൈം ബേസിൽ എഴുതി വെക്കുക. ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, അത് ഫോളോ ചെയ്യുക. പിറ്റേ ദിവസം അത് ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ, അത് ആ കാര്യത്തിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിരിക്കണം. അവിടെ ഒരു തരത്തിലുള്ള ഉറപ്പ് പാടില്ല. സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന്, നിങ്ങളുടെ പാർട്ട്ണർ അടക്കം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം, ആ ഒരു കെയർ, സപ്പോർട്ട്, ആ ഒരു കമ്പാഷൻ, അതെല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. ലൈഫിൽ കുറച്ചുകൂടി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ട് വേണം ചിന്തിക്കാൻ. റിലേഷൻഷിപ്പ് ആസ്പെക്ട്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആസ്പെക്ട് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഈ പറഞ്ഞ പോലെ അട്രാക്ഷൻ്റെ പുറത്ത്, ഓക്കെ, ആ ഒരു ചൈൽഡ് ലൈക്ക് എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് അവിടെ കാണുന്നത്. അത് പാടില്ല. കുറച്ചും കൂടെ പക്വതയോടെ വേണം ഈ സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വേണം നിങ്ങൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, ആ ഒരു കളി വേണ്ട എന്ന് പറയുന്നു ഈ ഒരു സിറ്റുവേഷനിൽ. എന്നീ കാര്യങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി ചെയ്യേണ്ടതാണ്. ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ റിലീസ് ചെയ്യുക, ബൗണ്ടറി ഇടേണ്ടോടത്ത് ബൗണ്ടറി ഇടുക, നോ പറയേണ്ടോടത്ത് നോ പറയുക, പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയാൻ ശീലിക്കുക. അതുപോലെ നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എനർജി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ സറണ്ടർ ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നി, ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അവസാനിക്കേണ്ട അധ്യായങ്ങൾ അവസാനിക്കാനായിട്ട് അനുവദിക്കുക. ഓക്കെ, ഫ്യൂച്ചർ ഇല്ലാത്ത കുറെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്, അതിനൊക്കെ വിട്ടു പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. അണ്ടർലൈൻ എനർജി പേജ് ഓഫ് വൺസ് ആണ്. ബി ഇൻ ദ പ്രസന്റ്, എൻജോയ് ദ പ്രസന്റ്, ഓക്കെ, ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്, ഇതൊക്കെയാണ് പേജ് ഓഫ് വൺസ് പറയുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളുടെ വിഷസ്, ഓക്കെ, നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുക. ഇനി നമ്മളിവിടെ ആദ്യം ഒരു കാർഡ് എടുത്തിട്ടുണ്ട്, ലെറ്റിംഗ് ഗോ എന്നുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു വിഷയത്തിൽ ഏഞ്ചൽ നൽകാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ലെറ്റിംഗ് ഗോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വായിക്കാം. ഓക്കെ, ലെറ്റിംഗ് ഗോ. ദ മെസ്സേജ്, ലെറ്റ് ഗോ ഓഫ് വാട്ട് യു വാണ്ട് മോസ്റ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതിനെയാണ് നിങ്ങളിപ്പോൾ വിട്ടുകളയേണ്ടത്. We want a lot, we desire a lot, we need a lot. Letting go is the magic word. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇവിടെ എല്ലാത്തിനും ഒരു ഏഞ്ചൽസ് നൽകുന്ന ഒരൊറ്റ വേർഡാണ് ലെറ്റിംഗ് ഗോ. ഓക്കെ, we rarely think about what we truly need. Instead, we obsess about what we would like to have or what we would like to change, and can hardly let go of this notion. The angels are always ready to support us in our spiritual becoming, but it would be presumptuous to confront them with all our perceived wants and needs. It is time to refocus once more on thy will be done. If you do this, happiness may be closer than we think. Okay, അപ്പോൾ ഇവിടെ എന്താ നിങ്ങളോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്താണ് ശരിക്കും ആവശ്യം എന്നുള്ളതിൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും പോകാറില്ല. നമുക്കെപ്പോഴും ഇങ്ങനെ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ, അല്ലെ, എനിക്ക് ഇന്നത് വേണം, അങ്ങനെ, അത് നമ്മുടെ ആവശ്യമാണോ? ആഗ്രഹവും ആവശ്യവും രണ്ടാണ്. എന്താണ് നമ്മുടെ ആവശ്യം എന്നുള്ളതിലല്ല നമ്മുടെ ഫോക്കസ്. എന്താണ് ഞാൻ ആഗ്രഹം,
എൻ്റെ ആഗ്രഹം ഇതാണ്, അതിൽ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് മാറ്റേണ്ടത്, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് ശരിക്കും വേണ്ടത് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഇവിടെ വേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ ഫ്യൂച്ചർ സ്പൗസിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ എന്താണ് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ കണക്ഷനിൽ. എങ്ങനത്തെ പാർട്ട്ണറാണ് നിങ്ങൾക്ക് ആവശ്യം, എങ്ങനത്തെ റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ആവശ്യം. ഓക്കെ, ആഗ്രഹമല്ല ആവശ്യം. അതുപോലെ എങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളിലല്ല. അപ്പോൾ ഏഞ്ചൽസ് നമ്മുടെ പ്രത്യേകിച്ച് സ്പിരിച്വൽ ജേർണിയിൽ ഈ പറഞ്ഞ പോലെ ഈ എനർജറ്റിക്കൽ അലൈൻമെന്റിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതിലിങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ, അതായത് കൃത്യമായിട്ട് ഒരു എന്താ പറയണ്ടേ ഓർഡർ ഇല്ലാതെ, ഓക്കെ, ഈ പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹങ്ങളിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഫിക്സേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഈ സ്പിരിച്വൽ ജേർണിയിൽ ആ ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റിനൊക്കെ എന്താ പറയുക തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളായിക്കോട്ടെ ആഗ്രഹങ്ങളായിക്കോട്ടെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകണം. അതായത് ഈശ്വരൻ നടത്തി തരും എന്നുള്ള വിശ്വാസത്തിൽ അത് ഈശ്വരനിൽ സമർപ്പിച്ച് നമ്മൾക്ക് എന്ത് ആക്ഷൻസ് എടുക്കാമോ നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യങ്ങൾ, നമ്മളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ യൂന്നിക്കൊണ്ട് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിലാണ് സന്തോഷം നമ്മളെ തേടിയെത്തുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ വളരെ കണക്റ്റഡ് ആണ് ഈ മെസ്സേജ്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾ എന്താണോ ആവശ്യം, ഒരു ഫ്യൂച്ചർ സ്പൗസ് എന്ന നിലയിൽ ആ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ആവശ്യം നിങ്ങൾ യൂണിവേഴ്സിനെ അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ ഏഞ്ചൽസിനെ അറിയിക്കുക. അതിനുശേഷം അത് അവരിൽ സമർപ്പിക്കുക, ഡിറ്റാച്ച്ഡ് ആകുക. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അത് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു അല്ലേ, അത് നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അത് യൂണിവേഴ്സ് നടത്തി തരും. നമുക്ക് നല്ലതാണെങ്കിൽ, നമ്മളത് ഡിസേർവ് ചെയ്യുന്നെങ്കിൽ, ഓക്കെ, നമുക്കത് നടത്തി തരും. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നമുക്ക് നടത്തി തരും. അതാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള എപ്പോഴും അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു ചിന്ത. അപ്പം എന്തൊരാഗ്രഹം ഉണ്ടാകുമ്പോഴും അത് യൂണിവേഴ്സിനെ അറിയിക്കാം. എന്നിട്ട് യൂണിവേഴ്സിനോട് പറയും ഇതാണ് എൻ്റെ ആഗ്രഹം, ഇത് അല്ലെങ്കിൽ എനിക്ക് എന്താണോ നല്ലത് അത് നടത്തി തരണം എന്ന് പറഞ്ഞ് അത് യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകും. എപ്പോഴാണ് സംഭവിക്കുക, എപ്പോഴാണ് കണ്ടുമുട്ടുക, അല്ലെങ്കിൽ എപ്പോഴാണ് തിരിച്ചറിയുക, ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ആ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ റിയാലിറ്റിയിലേക്ക് എത്താൻ സമയമെടുക്കും. ഓക്കെ, കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. കൂടുതൽ എളുപ്പമായിട്ട് നടക്കണമെങ്കിൽ നിങ്ങളോട് പറയുന്നതാണ് ഈശ്വരൻ നടത്തി തരും. എനിക്ക് നല്ലത് എന്താണോ അത് ഈശ്വരൻ നടത്തി തരും എന്ന വിശ്വാസത്തിൽ അത് യൂണിവേഴ്സിൽ സമർപ്പിച്ച് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ നമ്മുടെ ലൈഫിലേക്ക് സന്തോഷം വരുന്നത്, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതാണ് നിങ്ങൾക്കുള്ള ബേസിക് ആയിട്ടുള്ള മെസ്സേജ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടത്. പല പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ്. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ഫോക്കസ് ചെയ്ത് കിടക്കണം കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് 3 ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തി, അവരുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് വേണ്ടത്. ഞാൻ ഈ കാർഡ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തിരികെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സീസൺസ് കിട്ടിയിട്ടുണ്ട്. മൺസൂൺ, വിന്റർ സീസൺ. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം മഴക്കാലം തുടങ്ങി മഞ്ഞുകാലം അവസാനിക്കുന്നവരെ, അല്ലെങ്കിൽ ഈ വർഷത്തെ മഞ്ഞുകാലം, ഇപ്പോൾ നമ്മൾ മഞ്ഞുകാലത്തിലാണ്, ഈ വർഷത്തെ മഞ്ഞുകാലം തുടങ്ങി അടുത്ത വർഷം മഴക്കാലത്തിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിലാണ് ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഈ ഗൈഡൻസ് ഫോളോ ചെയ്യുന്നതനുസരിച്ച് ഒന്നുകിൽ നിങ്ങൾ എത്രത്തോളം അലൈൻഡ് ആയിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് ഒന്നുകിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നടക്കും. ഫസ്റ്റ് ഒന്നുകിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആണ് എന്നതിൻ്റെ ഒരു സ്ട്രോങ് കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ റെക്കഗ്നൈസ് ചെയ്യാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച ഫിസിക്കൽ റിയാലിറ്റിയിൽ സംഭവിക്കാം. അല്ലെങ്കിൽ ആ ഡിവൈൻ യൂണിയനിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. ഈ പറഞ്ഞ ടൈം ഫ്രെയിമിലാണ് നടക്കുക. അതായത് ഈ മഞ്ഞുകാലം തൊട്ട് അടുത്ത വർഷം മഴക്കാലത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അടുത്ത വർഷം മഴക്കാലം തൊട്ട് മഞ്ഞുകാലം അവസാനിക്കുന്നതിനുള്ളിൽ ആണ് ഇത് സംഭവിക്കുക. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് സോഡിയാക് സൈൻസ് കിട്ടിയിട്ടുണ്ട്. പൈസീസ്, ലിയോ, സ്കോർപിയോ, ഏരീസ്, ലിബ്ര. ഇതിൽ അവരുടെ സൺ, മൂൺ, റൈസിങ് സൈൻസ് ഉണ്ടായിരിക്കാം. വീനസ് സൈൻസ് ഉണ്ടാവാം എന്നും കൂടെ ഞാൻ കേൾക്കുന്നു. ഓക്കെ, സൺ, മൂൺ, റൈസിങ്, വീനസ് സൈൻസ് ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അവരുടെ ബർത്ത് മന്ത് എന്ന് പറയുന്നത് ഡിസംബർ, ഫെബ്രുവരി, ജൂൺ. നിങ്ങൾ നോക്കുക, ഈ വന്നിരിക്കുന്ന ഡിസംബറും ഫെബ്രുവരി ഒക്കെ വിന്റർ സീസൺ അസോസിയേറ്റഡ് ആണ്. അതുപോലെ ജൂൺ മാസം മൺസൂൺ സീസൺ അസോസിയേറ്റഡ് ആണ്. വളരെ കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ഈ പറഞ്ഞ മാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവരുടെ ജനിച്ച മാസമായിരിക്കാം. 2 ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്, കെ, ഡി. ഓക്കെ, ഈ 2 ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ഏതെങ്കിലും ഒന്നായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് നെയിമിൽ ഈ പറയുന്ന ലെറ്റേഴ്സ് ഉണ്ടാകാം. പ്രധാനപ്പെട്ട തീയതികൾ, അതായത് അവരുടെ ജനന തീയതികൾ എന്ന് പറയുന്നത് 2, 3, 19, 30. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അവരുടെ ജനന തീയതി. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.